നമസ്കാരം. അഗോര വിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് അഗോര വിഷൻ ചാനലിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ജൂൺ 12 വ്യാഴം, അതായത് ദേവഗുരുവായ വ്യാഴം മിഥുന രാശിയിൽ അസ്തമിക്കാൻ പോകുന്നു. ഈ അസ്തമയം ഒരു ഗ്രഹത്തിന് ഉദയമോ അസ്തമയോ ഉണ്ടാകുമ്പോൾ അത് വ്യക്തികളെയും ലോകത്തെയും രാജ്യത്തെയും മൊത്തം അത് പലതരത്തിൽ ബാധിക്കാൻ തുടങ്ങും. അസ്തമയം എപ്പോഴും ഒരു വ്യക്തിയാണെങ്കിലും ലോകത്തിനാണെങ്കിലും രാജ്യത്തിനാണെങ്കിലും അത് അത്ര നല്ലതല്ല എന്നുള്ളതാണ്. ഉദയമോ നല്ലതായിരിക്കും ചെയ്യും. അത് എങ്ങനെ, ആരൊക്കെ, ഏതൊക്കെ രാശിക്കാരെ എപ്പോ ബാധിക്കും എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുറന്നു വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോ വ്യാഴം അസ്തമിക്കുന്നതിനാൽ, അതായത് ദേവഗുരുവായ വ്യാഴം ശുഭഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭനായ ഗ്രഹമാണ് വ്യാഴം. ആ വ്യാഴം അസ്തമിക്കുമ്പോൾ പല നല്ല കാര്യങ്ങൾക്കും ദോഷം സംഭവിക്കാൻ പോകുന്നു. പല നല്ല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു സമയത്ത് കഴിവുന്നതും ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. കാരണം ആ ചെയ്യുന്ന കാര്യം എന്താണോ, നമ്മൾ ശുഭത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പൊ അത്തരം സമയങ്ങളിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വ്യാഴം ലഗ്നത്തിലാണ് അല്ലെങ്കിൽ മറ്റുള്ള നല്ല ഭാവങ്ങളിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ പല നല്ല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കും. ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹം ഇല്ലാതെ, വ്യാഴത്തിന് ബലമില്ലാതെ വരികയും അതോട് കൂടിയിട്ട് നമ്മുടെ ലാഭം കിട്ടേണ്ട ബിസിനസ് ആണെങ്കിൽ അത് നഷ്ടത്തിലേക്ക് കലാശിക്കാനും, അല്ലെങ്കിൽ ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കച്ചവടമാണെങ്കിൽ അത് ലാഭം കുറഞ്ഞു വരാനും, അങ്ങനെ ഇല്ല. ബിസിനസ് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിനെ ഉടനീളം ഈ വ്യാഴത്തിന്റെ അസ്തമയം കൊണ്ട് നമുക്ക് അത് ദോഷമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ വ്യാഴം ചില 3, 6, 8 ഭാവങ്ങൾ, 12 ഇങ്ങനെ ഭാവങ്ങളിലൊക്കെ വരുന്ന രാശിക്കാര് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം രാശിക്കാർക്ക് ദോഷമായിട്ട് ബാധിക്കാൻ ഇടവരുന്നതാണ്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ ഈ ഒരു ഇത് മനസ്സിലാക്കിയിട്ട്, വ്യാഴത്തിന്റെ സഞ്ചാരപഥം മനസ്സിലാക്കി അതിന്റെ ശക്തി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവർക്ക് ദോഷങ്ങൾ ഉണ്ടാവുകയില്ല. അല്ലാത്തവർ ശ്രദ്ധിക്കുക. സ്വന്തം ബിസിനസ്സിലൊക്കെ പരാജയം വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോ ഇത് മുന്നോട്ട് കണ്ടുകൊണ്ട് പ്രതിവിധിയായിട്ട് പോകുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പോ വ്യാഴം അസ്തമിക്കുന്നത് കൊണ്ട് ഏറ്റവും കുറച്ച് ദോഷം വരാൻ പോകുന്ന രാശിക്കാരാരാണ്, ആ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാരാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോ ഒന്നാമത്തെ രാശി മേടം രാശിയാണ്. മേടം രാശിയുടെ 3-ാം ഭാവത്തിൽ വ്യാഴം അസ്തമിക്കും. ഈ 3-ാം രാശിയിൽ അസ്തമിക്കുന്നതോട് കൂടിയിട്ട് ജീവിതത്തിൽ നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അതായത് അശ്വതി, ഭരണി, കാർത്തിക, കാൽഭാഗം നക്ഷത്രക്കാരെയാണ് കൂടുതലായിട്ട് ഇത് ബാധിക്കാൻ സാധ്യത. അപ്പൊ അതുകൊണ്ട് അനാവശ്യമായ ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുന്നതും ഈ നക്ഷത്രക്കാര്, അതായത് മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാര് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. അമിതമായ പണച്ചെലവൊക്കെ എപ്പോഴും ഈ രാശിക്കാരെ ദോഷത്തിലേക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. വ്യാഴത്തിന്റെ അസ്തമയം 3-ാം ഭാവത്തിൽ അസ്തമിക്കുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വരാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാര് അതിന് പരിഹാരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ദോഷം നിങ്ങളെ ബാധിക്കാതെ, നിങ്ങളുടെ ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളായാലും അതിൽ ദോഷം വരാതെ നിങ്ങൾക്ക് ഈ വ്യാഴത്തിന്റെ അസ്തമയം കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പൊ അടുത്തതായിട്ട് മിഥുനം രാശിയിൽ വരുന്ന, മിഥുനം രാശിയെയാണ് കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. മിഥുനം രാശിയിൽ വരുന്ന മകീരമര, തിരുവാതിര, പുണർദം, മുക്കാൽ നക്ഷത്രക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ രാശിയിൽ വ്യാഴം അസ്തമിക്കുന്നു. വരുമാനത്തിൽ നേരിയ കുറവുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദാമ്പത്യത്തിലൊക്കെ ഈ സമയത്ത് ഒരു തരത്തിലുള്ള നിക്ഷേപവും നിങ്ങൾ ചെയ്യുന്നത് ഉചിതമല്ല എന്ന് ശ്രദ്ധിക്കുക. നഷ്ടം സഹിക്കേണ്ടതായിട്ട് വരും. ഈ സമയത്ത് ചിട്ടികൾ അങ്ങനെയുള്ള നിക്ഷേപിക്കുക. പലതരത്തിലുള്ള പ്രൈവറ്റ് ബാങ്കുകളിലൊക്കെ നിക്ഷേപിക്കുന്നത് ശ്രദ്ധിച്ച് നിക്ഷേപിക്കുക.
പണം നഷ്ടം വരാൻ സാധ്യത കൂടിയ സമയമാണ്. വ്യാഴം ഈ രാശിയിൽ അസ്തമിക്കാൻ പോവുകയാണ് ജൂൺ 12-ന്. അപ്പൊ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോയാൽ ഈ നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ദോഷങ്ങളെയൊക്കെ കുറച്ചുകൊണ്ട്, കാഠിന്യം കുറച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് വ്യാഴം അസ്തമിക്കുന്നത് കൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ പോകുന്നത്, കുറച്ചുള്ളത് മാറ്റം വരുന്നത് ചിങ്ങരാശിക്കാർക്കാണ്. ചിങ്ങരാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം, കാൽ നക്ഷത്രക്കാർക്കാണ് ബാധിക്കാൻ പോകുന്നത്. അതായത് ഇവരെ ലാഭം ബിസിനസ്സിലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ലാഭത്തിൽ നേരിയ ചെറിയ കുറവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഒരു ചെറിയ അല്പസമയത്തേക്ക് മാത്രമാണ് ഇത് ഉണ്ടാവുന്നത്. ആ ഒരു അല്പസമയത്തെ കാര്യം മാത്രമാണ് ഒരു വീഡിയോയിൽ പറയുന്നത്. കാരണം പല വീഡിയോയിലും നമ്മൾ ചിങ്ങരാശിയെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും മോശ കാര്യമൊന്നല്ല. ഈ അസ്തമയം കൊണ്ട് കുറച്ച് ഒരു ചെറിയ സമയത്തേക്ക് മാത്രം ചെറിയ ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്നാൽ നിങ്ങളല്ലേ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ചിങ്ങരാശിക്കാർക്ക് നല്ലതാണെന്ന്. നല്ലത് തന്നെയാണ്. പക്ഷെ ചില സമയത്ത് ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ടും അസ്തമയം കൊണ്ടും ചില വ്യതിയാനങ്ങൾ സംഭവിക്കാം. അതാണ് എടുത്ത് പറയുന്നതെന്ന് മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോ അങ്ങനെ ചില മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വരും. ചില മനസ്സിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ ആൾക്കാർക്ക് നേരിടേണ്ട സമയം കൂടിയാണ് ചിങ്ങരാശിക്കാരെ സംബന്ധിച്ച്. അതുപോലെ ആരോഗ്യം ചിലപ്പോൾ കുറച്ച് മോശമായേക്കാം. ആരോഗ്യത്തിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, ചില അസുഖങ്ങളൊക്കെ വന്നേക്കാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികം, പണം നിയന്ത്രിച്ച് ചെലവാക്കാൻ ശ്രദ്ധിക്കുക ചിങ്ങരാശിക്കാര്. അതായത് ചിങ്ങരാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം, കാൽ നക്ഷത്രക്കാരെ കൂടുതൽ ബാധിക്കില്ല എങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അടുത്തതായിട്ട് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്ക് 8-ാം ഭാവത്തിൽ വ്യാഴം അസ്തമിക്കുകയാണ്. അതുകൊണ്ട് വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം നക്ഷത്രക്കാർക്ക്, വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത കൂടിയ ഒരു സമയമാണ് വ്യാഴത്തിന്റെ അസ്തമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് വ്യാഴം അസ്തമിക്കുന്നത് കൊണ്ട് ജോലിയിൽ ചില തടസ്സങ്ങൾ വരാൻ സാധ്യത കൂടിയ സമയമാണ്. ജോലിയിൽ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ആരോഗ്യത്തിൽ ചില ബലഹീനതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില സാമ്പത്തിക കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. നഷ്ടങ്ങൾ വരാൻ സാധ്യത കൂടിയ സമയമാണ്. ലാഭം കുറയാനുള്ള സാധ്യത കൂടിയ സമയമാണ്. അതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അത് ഈ പഠനത്തിൽ ചെറിയ ചെറിയ മോശമായ അവസ്ഥ പിന്നോട്ട് വരാൻ സാധ്യത കൂടിയ സമയമാണ്. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇത് കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ, ഒരുപാട് കാലത്തേക്കുള്ളതല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് അപ്പസമയത്ത് ഓരോ ഗ്രഹങ്ങൾ മാറുമ്പോൾ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങളാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഈ വൃശ്ചികരാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിരിക്കും എന്നുള്ളതാണ്. അടുത്തതായിട്ട് മകരം രാശിയാണ്. ഈ വ്യാഴത്തിന്റെ അസ്തമയം കൊണ്ട് അടുത്തായി മകരം രാശിക്കാർക്കാണ് ഈ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ളത്. അത് രാശിപകരമായി തോന്നാം എന്നുള്ളതാണ്. ഈ സമയത്ത് വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ്. ഓഫീസ് ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചില തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചില ഫയലുകളൊക്കെ നഷ്ടപ്പെടാനും അത് നിമിത്തം നമുക്ക് മറ്റുള്ള മേലുദ്യോഗസ്ഥരിൽ നിന്നും വഴക്കുകൾ കേൾക്കാനും അതുപോലെ ജോലിനെ ബാധിക്കാനും സാധ്യതയുള്ള സമയം. അതുകൊണ്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത്. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഇത് കൂടുതൽ ബാധിക്കാൻ സാധ്യത എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത്. പണച്ചെലവ്, അത് നിമിത്തം പണച്ചെലവ് വരാൻ സാധ്യത കൂടിയാണ്. ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ പണച്ചെലവിന് സാധ്യത കൂടുതലാണ്. ലാഭത്തെക്കാൾ ഉപരി നഷ്ടം വരാൻ സാധ്യത കൂടിയ സമയമാണ് വ്യാഴത്തിന്റെ ഈ അസ്തമയം കൊണ്ട് മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടക്കച്ചവടമായി മാറാനും വാദപ്രതിവാദങ്ങളിൽ ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ്. കാരണം വാദപ്രതിവാദം ഉണ്ടാവുമ്പോൾ അതിൽ ജാഗ്രത പാലിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. വാദപ്രതിവാദങ്ങളിൽ നിന്നൊക്കെ സാധാരണ വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുക. നമ്മളതിന്ന് പിന്തിരിഞ്ഞ് നിൽക്കുക. അങ്ങനത്തെ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിന് മാറി നിൽക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. വാദപ്രതിവാദത്തിന് പോവാതിരിക്കുക, ബുദ്ധിപൂർവ്വം മാറി നിൽക്കുന്നത് നന്നായിരിക്കും. അത് നമ്മുടെ ജോലിയിനെയും സാമ്പത്തിക നഷ്ടങ്ങളിലേക്കൊക്കെ വരാൻ അത് സാധ്യത കൂടുതലാണ്. ജോലിനെ ദോഷകരമായി ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. എന്തായാലും ഈ 5 രാശിക്കാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. മേടം, മിഥുനം, ചിങ്ങം, അതുപോലെ വൃശ്ചികം, മകര രാശിക്കാര്, അതിൽ വരുന്ന നക്ഷത്രക്കാരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ഒരു വീഡിയോ ആണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ താല്പര്യപ്പെടുന്നു. അതിനോടൊപ്പം തുറന്നു വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ, പുതിയ അറിവുമായി കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.